Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് Innova Type 4 കൺവേർഷൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് Innova Type 4 കൺവേർട്ട് ചെയ്യണം. നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റ്, നോർമലായിട്ടുള്ള ടൈലൈറ്റ്, നോർമൽ കൺവേർഷൻ ആണെങ്കിൽ നമ്മുടെ ഗാരേജിൽ ഫുൾ പെയിൻറ്റിങ് അടക്കം. ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഫുൾ പെയിൻറ്റിങ് അടക്കം പറഞ്ഞ ചാർജ് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ് നമ്മുടെ ചാർജ് വരുന്നത്. 1,05,000 ആണ് നമ്മുടെ ചാർജ് വരുന്നത്. ഇതിന് വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യും. ഇന്നോവ ഫുള്ളായിട്ട് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ റീപ്ലേസ് പാർട്സ് എന്ന് പറയുന്നത് ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, സൈഡ് സ്കട്ടിങ്, ബാക്ക് ബമ്പർ, ഡിക്കി കോമ്പ്, ടൈൽ ലാമ്പ്, ബമ്പർ റിഫ്ലക്ടർ തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന്റെ കൂടെ തന്നെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് 1,05,000 എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ 1,05,000 അഡീഷണൽ ആയിട്ട് കുറച്ച് പാർട്സുകൾ നമ്മൾക്ക് ഇടേണ്ടതായിട്ട് വരാം. കോമൺ ആയിട്ട് എല്ലാ വണ്ടികൾക്കും വരുന്നതാണ് വെതർ സ്ട്രിപ്പ്, ഫെൻഡർ ലൈനിങ്, അതേപോലെ തന്നെ ഫോഗ് ലാമ്പ്. വെതർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഗ്ലാസിന്റെ ഇവിടുത്തെ ഉള്ള ഒരു ബീഡിങ് ഔട്ടറിൽ വരുന്നത്. അതേപോലെ തന്നെ ഫെൻഡർ ലൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ മഡ് ഗാർഡിന് താഴെ വരുന്ന ലൈനിങ്, അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ഓപ്ഷനിലാണ്. 1,05,000 നിങ്ങൾക്ക് ഫോഗ് ലാമ്പ് ആവശ്യമില്ലെങ്കിൽ 1,05,000 തന്നെ വരെയുള്ളൂ. ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഡെല എന്ന് പറയുന്ന കമ്പനിയുടെ ഫോഗ് ലാമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന് 3,300 രൂപ അഡീഷണൽ ചാർജ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരു 1,05,000 എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന എമൗണ്ട്. പിന്നെ വരുന്നത് 1,30,000 ആണ്, 1,30,000 രൂപ. 1,30,000 രൂപയിൽ ടൈപ്പ് 4 കൺവേർഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യും, ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ബാക്കിൽ LED ടൈലൈറ്റും ആഡ് ചെയ്യും. ഇതിൽ ഫ്രണ്ടിൽ വരുന്ന ഹെഡ്ലൈറ്റ് മെട്രിക്സ് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ബാക്കിൽ വരുന്നതും LED ടൈപ്പ് ടൈലൈറ്റും ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു ചെറിയ ഡിഫറൻസ് ആണ് 1,30,000 വരുന്നത്. പക്ഷേ ഈ ഹെഡ്ലൈറ്റിന്റെ ടൈലൈറ്റിന്റെ എമൗണ്ടിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങളാണ് ഈ 1,05,000 നിന്ന് 1,30,000 വരാനുള്ള ഒരു കാരണമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്കിൽ LED ടൈലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1,30,000 രൂപ വരുന്നത്. ഇതിൽ നമ്മൾ 1,05,000 പറഞ്ഞ മാതിരി തന്നെ വെതർ സ്ട്രിപ്പ്, ഫെൻഡർ ലൈനിങ്, ഫോഗ് ലാമ്പ് തുടങ്ങിയ സാധനങ്ങൾ അഡീഷണൽ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ അത് വണ്ടി കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾക്ക് അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ഡെന്നിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മേജറായിട്ടുള്ള പാച്ച് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡോറിൻ്റെ താഴ്വശത്ത് റെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി മറ്റുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ എമൗണ്ട് അഡീഷണൽ ചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പാക്കേജ് ആയിട്ട് വരുന്ന എമൗണ്ടുകൾ. പിന്നെ വരുന്നത് റീപ്ലേസ് പാർട്സ് മാത്രം പെയിന്റിങ് ചെയ്തിട്ട് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് മാത്രം പെയിന്റിങ് ചെയ്താൽ മതി, ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗാരേജിലേക്ക് നോർമൽ ആയിട്ടുള്ള ടൈപ്പ് 4 കൺവേർഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഗാരേജിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 70,000 ആണ്, 70,000 രൂപയാണ്. അതായത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ബോണറ്റ്, രണ്ട് സൈഡ് ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഫോഗ് ലാമ്പ്, സൈഡ് സ്കട്ട്, ബാക്ക് ബമ്പർ, ഡിക്കി ക്രോം, ടൈൽ ലാമ്പ്, ബമ്പർ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യും. പക്ഷെ ആ ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം പെയിന്റിങ് ചെയ്യും. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ പോളിഷിങ് ചെയ്യും. ആ ഒരു എമൗണ്ട് വരുന്നത് 70,000 രൂപയാണ് നമ്മളുടെ ഗാരേജിൽ നോർമൽ ടൈപ്പ് 4 കൺവേർഷനുള്ള എമൗണ്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 70,000 രൂപ എന്നുള്ള എമൗണ്ടിന്റെ അവിടെ 88,000 രൂപ എമൗണ്ട് ആയി മാറും കേട്ടോ. ടൈപ്പ് 4 കൺവേർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ഗാരേജിലെ പെയിന്റിങ്. ഒരു ഇന്നോവ പെയിന്റിങ് ചെയ്യാനായിട്ട് നമ്മൾ ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 55,000 ആണ്, 55,000 രൂപയാണ്. ഈ ഒരു 55,000 രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്ന പെയിന്റിങ്ങിന്റെ രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ടിയുടെ ഡെന്റിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യും. അതിനുശേഷം വണ്ടി പ്രോപ്പറായിട്ട് തന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ എടുക്കും. അതിനുശേഷം വണ്ടി പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അക്കായ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വണ്ടി പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തും. അതായത് ക്യാപ്സിയിൽ വരുന്ന 2K പ്രൈമർ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ നടത്തും. അതിനുശേഷം നമ്മൾ 400 അല്ലെങ്കിൽ 600 പേപ്പർ യൂസ് ചെയ്ത് സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് പെയിന്റാണ് നിങ്ങൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പെയിന്റിന്റെ അണ്ടർകോട്ട് ആപ്ലിക്കേഷൻ നടത്തും. ഈ അണ്ടർകോട്ട് ആപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷം സ്പോട്ടും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ക്ലിയർ ആണെങ്കിൽ വണ്ടി ഡയറക്റ്റ് പോകുന്നത് പിന്നെ പെയിൻറ്റിങ്ങിലേക്കാണ്. നമ്മൾ ഏതാണ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ, ഏതാണ് പെയിൻറ്റ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പെയിൻറ്റ് ഡിഗ്രീസർ ആപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷം ആ ഒരു പെയിൻറ്റ് ആപ്ലിക്കേഷൻ നടത്തും. ഇപ്പോൾ നമ്മളൊരു ഓറഞ്ച് കളറാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഓറഞ്ച് കളർ അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ടൈ ക്ലോത്ത് യൂസ് ചെയ്ത് തുടച്ച് ക്ലിയർ ചെയ്ത് ആ പെയിൻറ്റിൻ്റെ ഗ്രെയിംസും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലിയർ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ ക്ലിയർ കോട്ട് ആപ്ലിക്കേഷൻ നടത്തും. ക്യാപ്സിൽ തന്നെ 2K ക്വാളിറ്റിയിലുള്ള ക്ലിയർ കോട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് 2 കോട്ട് ക്ലിയർ കോട്ട് ആപ്ലിക്കേഷൻ നടത്തും. അതിനുശേഷം നമ്മൾ ഒരു ദിവസം 1.5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും, വണ്ടി ഒന്നും ചെയ്യില്ല. അതിനുശേഷം 2000 mAh യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കും. അതിനുശേഷം വണ്ടി ബഫിങ് ചെയ്യും. ബഫിങ് പാഡ് യൂസ് ചെയ്തിട്ട് നോർട്ടോൺ റബ്ബിങ് യൂസ് ചെയ്തിട്ട് ബഫ് ചെയ്തെടുക്കും. ബഫ് ചെയ്തെടുത്തതിന് ശേഷം
വാഷിങ് ചെയ്യും. വാഷിങ് ചെയ്തതിന് ശേഷം 3M വാക്സ് ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ നടത്തും. ഇത്രയൊക്കെയാണ് നമ്മളൊരു ഫുൾ പെയിൻറ്റിങ് എന്ന രീതിയിൽ 55,000 ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പല വണ്ടികൾക്കും പല റേറ്റുകളാണ് പെയിൻറ്റിങ്ങിന് വരുന്നത്. അത് ഓരോ വണ്ടിയുടെ റേറ്റ് നമ്മൾ വണ്ടി കാറ്റഗറി അനുസരിച്ച് നമ്മൾ തിരിക്കാൻ സാധിക്കില്ല. കാറ്റഗറി അനുസരിച്ച് ഇപ്പോൾ തിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാരണം പല വാഹനങ്ങൾക്കും പല ഡിസൈനാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഓരോ വണ്ടികൾക്കും പണി വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ഇന്നോവ എടുക്കുന്ന പണി നമുക്ക് HUV എടുക്കാൻ സാധിക്കില്ല. ഇന്നോവ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ സാധിക്കും. പക്ഷേ HUV വലിപ്പം കൊണ്ട് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ കട്ടിങ് കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് കൊണ്ടൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും പല പല വാഹനങ്ങൾക്കും വ്യത്യാസമായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്ന വണ്ടികൾക്ക് ഇന്ന റേറ്റ് എന്നുള്ളത് വിളിക്കുമ്പോൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എത്ര എമൗണ്ട് ആവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ആണ്. ഇൻറ്റീരിയർ പെയിൻറ്റിങ് പൊതുവേ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പുള്ളവർക്ക് ഇൻറ്റീരിയർ പെയിൻറ്റിങ് ഞാൻ റെക്കമെൻഡ് ഒരിക്കലും ചെയ്യില്ല. കാരണം സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടെങ്കിൽ അവൻ എങ്ങനെ വന്നാലും അവൻ്റെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വണ്ടി വഴി നടത്തും. നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പ്രൈമർ, ചില സ്ഥലങ്ങളിൽ സർഫേസർ, അതിനുശേഷം പെയിൻറ്റ്, അതിനുശേഷം മാറ്റ് ക്ലിയർ, ഈ ഒരു 4 ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 4 ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 mm ലെയർ വരും. ഒരു 1.5 mm ലെയറിൻ്റെ അടുത്തിട്ട് തിക്നെസ് വരും. പക്ഷേ ഈ ഡാഷ്ബോർഡ് മെറ്റീരിയലിൻ്റെ ഒരു കളറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുൾ മെറ്റീരിയൽ ആ കളർ തന്നെയാണ്. അതിനെത്ര ഡീപ്പ് സ്ക്രാച്ച് വന്നാലും ഇന്നറിൽ വരുന്ന കളർ സെയിം ആയിരിക്കും. അപ്പോൾ അതിനൊരു വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ക്രാച്ചസ് വന്നാലും സ്ക്രാച്ച് കാണും, എന്നാൽ പോലും ആ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കണം. നിങ്ങളൊരു ഫാമിലി യൂസാണ്, വണ്ടി അങ്ങനെ കച്ചറായിട്ട് യൂസ് ചെയ്യണില്ല, നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്തിട്ട് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല നിങ്ങൾ റെഫ്യൂസാണ്, ഷോപ്പുണ്ട്, ഷോപ്പിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം, ഒരുപാട് ഓട്ടോ ഉണ്ട്, ഒരുപാട് ആൾക്കാർ കയറും, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ടാക്സി യൂസ് അങ്ങനെയൊക്കെയുള്ള യൂസേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. അതിനെ നമ്മളിപ്പോൾ ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഇന്നോവ ഫുള്ളായിട്ട് ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യണേ നമ്മളുടെ ഇവിടെ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 24,000 രൂപയാണ് കേട്ടോ. 24,000 രൂപ ചാർജ് പറയുമ്പോൾ ചിലവർക്ക് ഭയങ്കര എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷേ ഒരു ഇന്നോവ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന പാർട്സ് നമ്മുടെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് പാർട്സ് വരും. അപ്പോൾ ഇതിനും ചിലപ്പോൾ ടോപ്പ് ഏരിയ, താഴെ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഡുവൽ ടോൺ കളറൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ടി വരും. ഒരു ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് എങ്ങനെ വന്നാലും 3 ദിവസം ബൂത്ത് നമുക്ക് വേണ്ടി വരും. സീറ്റ് വർക്ക് 4,500 രൂപയ്ക്ക് കോയമ്പത്തൂർ ആദിത്യയുടെ താഴെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ 7,000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ 9,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. 12,500 ചെയ്യണവരുണ്ട്. നമ്മളും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് ചില വണ്ടികൾക്കൊക്കെ. നമ്മളിവിടെ ചെയ്യുന്ന നാപ്പ മെറ്റീരിയൽ 19 രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത്, നോർമൽ സീറ്റ് കിട്ടാം. അപ്പോൾ അതിൽ എന്താ നമ്മൾ ചെയ്യുന്ന ഇത് എത്ര എമൗണ്ട് എന്ന് പറയുമ്പോൾ നാപ്പ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒറിജിനൽ നാപ്പയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂഫോം ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സീറ്റുകൾ ഫുള്ളായിട്ട് തന്നെ അയച്ചു കൊണ്ടുപോയിട്ട് അവിടെ സൈഡ് വശങ്ങളിലൊക്കെ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ തൈ സപ്പോർട്ട് വിൻ സപ്പോർട്ടും ഒക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള വശങ്ങളിലൊക്കെ ക്ലിയർ ചെയ്ത് യൂഫോം ആഡ് ചെയ്ത് സീറ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് സീറ്റ് വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഡോർ പാഡ്, ഗിയർ ലിവർ, സ്റ്റീറിംഗ് വീല്, ഗിയറിൻ്റെ നോബ്, അതേപോലെ തന്നെ ഗിയറിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ സീറ്റിന് യൂസ് ചെയ്ത മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിന് സ്റ്റിച്ചിങ് കാര്യങ്ങൾ ചെയ്യും, ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 19,000 രൂപയാണ് റേറ്റ് വരുന്നത്. 19,000 ആണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന സീറ്റ് കാറ്റഗറി ആണ് നമ്മുടെ ഗാരേജ് ചെയ്യണ മറ്റൊരു വർക്കാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞത്. വിൻസ്, തൈ സപ്പോർട്ട്, ഷോൾഡർ സപ്പോർട്ട് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു മോഡലാണ്. ലോങ് യാത്രകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യപ്രദമാകുന്ന ഒരു മോഡലാണ് ഈ ഒരു അപ്പയിലാണ് നിങ്ങൾ യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ. നാപ്പയിലാണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നാപ്പയിൽ നമ്മുടെ റേറ്റ് വരുന്നത് ഈ ഒരു മോഡലിൽ 8 സീറ്റ് വാഹനങ്ങൾ ചെയ്യണമെങ്കിൽ 32,000 രൂപയാണ് റേറ്റ് വരുന്നത്. അതെല്ലാം നിങ്ങളുടെ വണ്ടി 7 സീറ്റ് ആണെങ്കിൽ 38,000 രൂപ ആണ് റേറ്റ് വരുന്നത് നാപ്പയിൽ കേട്ടോ. ഈ ഒരു മോഡൽ സീറ്റ് ഇന്നോവയ്ക്ക് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് ഇപ്പോൾ ഇത് നാപ്പയിലാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വരുന്ന റേറ്റ് 8 സീറ്റ് വാഹനങ്ങൾക്ക് 32,000 രൂപയാണ് റേറ്റ് വരുന്നത്.
ഇത് 7 സീറ്റ് വാഹനങ്ങളാണെങ്കിൽ 39,000 രൂപ റേറ്റ് വരും. 7 സീറ്റ് വാഹനങ്ങളാകുമ്പോൾ 4 സീറ്റ് നമുക്ക് ഈ ഒരു മോഡലിലേക്ക് ആക്കി മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 39,000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ നാപ്പ യൂസ് ചെയ്യണ മാതിരി തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു മെറ്റീരിയലാണ് സ്ലിങ്ക്. ഇപ്പം എൻ്റെ വണ്ടിയാണത്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ ഒരു മോഡൽ ഈ ഒരു സീറ്റ് അടിച്ചിരിക്കുന്നത് സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. നാപ്പ നല്ലൊരു റെക്സിൻ മെറ്റീരിയലാണ്. സ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറയും. പക്ഷേ എന്നാൽ ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറഞ്ഞാൽ ഫുള്ളി ലെതർ അല്ല. എല്ലാവരും ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ സ്ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ. പക്ഷേ അത് ഫുള്ളി ലെതർ ഒന്നല്ല, ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറയാം, ആ ഒരു കാറ്റഗറി അത്രേ ഉള്ളൂ. പക്ഷേ നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് അത്. കാരണം ലെതർ എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്കിപ്പോൾ ഒരു 35,000 രൂപയുടെ സീറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ 32,000 രൂപയ്ക്ക് സീറ്റ് എന്ന് പറഞ്ഞു. ഈ 32,000 രൂപയുടെ സീറ്റ് ഫുള്ളായിട്ട് ഒറിജിനൽ ലെതർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ 1,00,000 രൂപ സംതിങ് ഒക്കെ റേറ്റ് വരും. കാരണം അത്രയ്ക്ക് എമൗണ്ട് വരുന്നുണ്ട് ലെതറിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറയും. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മോഡലിലേക്ക് സീറ്റ് സ്റ്റിച്ചിങ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് ഏകദേശം ഒരു 34,000 രൂപ സംതിങ് റേറ്റ് വരും കേട്ടോ, 8 സീറ്റ് വാഹനങ്ങൾക്ക്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നോവ ടൈപ്പ് 4 കൺവേർഷനിൽ ഒരുപാട് ആൾക്കാർ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ എമൗണ്ടാണ് ഇതിനൊക്കെ വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതിൽ ഒരുപാട് ആക്സസറീസ് നമുക്ക് ഇന്നോവയ്ക്ക് കയറ്റാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്റ്റീറിംഗ് വീല് നിങ്ങൾക്ക് ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീല് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി വേണം സബൂഫർ, ഇപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ താഴെ വരുന്ന രീതിയിലുള്ള സബൂഫറും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ക്രോം ഐറ്റംസ് ഒരുപാട് കയറ്റാനായിട്ട് സാധിക്കും. പക്ഷെ അതൊക്കെ ഓപ്ഷണലാണ്. അതൊക്കെ എത്ര എമൗണ്ട് വരും എന്നുള്ളത് നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച്, പിന്നെ ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീലിന് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യേണ്ടത് എത്ര എമൗണ്ടിനാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആയിരിക്കും അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനായിട്ട്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീല് ലാസ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തത്, ലാസ്റ്റ് സെറ്റ് ചെയ്ത എമൗണ്ടാണ് കേട്ടോ, 22,000 രൂപയാണ് ലാസ്റ്റ് സെറ്റ് ചെയ്ത എമൗണ്ട് പറയുന്നത്. ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീല് ഇന്നോവയ്ക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്ത എമൗണ്ട് 22,000 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് 22,000 രൂപയ്ക്ക് ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാരേജിക്ക് വരരുത്. കാരണം അത് പല സമയത്തും പല റേറ്റ് ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നോവയുടെ ടൈപ്പ് 4 കൺവേർഷൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടൊരു ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.